എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്യാണ്. ഗിഫ്റ്റൊക്കെ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നറുക്കെടുക്കാം. അപ്പോൾ ഇന്ന് 2 പേർക്ക് 2 ഗിഫ്റ്റ് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും. അപ്പോൾ 2 പേർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ വിജയിക്കാണ് ഈ സമ്മാനം. നോൾട്ടയുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ട്രൈപ്ലൈ കുക്ക് വെയറാണ് നമ്മൾ കൊടുക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നറുക്കെടുത്തിട്ട് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആ ഒരു നമ്മുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുള്ളവരിൽ നിന്നും 7 പേരാണ് ആകെ ഉത്തരം പറഞ്ഞിട്ടുള്ളത്. അവരിൽ നിന്നും ഒരാൾ നറുക്കെടുത്തിട്ടാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ഈ കാണുന്ന കാസറോള് ചാക്സൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കാസറോളാണ് നമ്മൾ കൊടുക്കുന്നത്. അത് വേറൊരാൾ കൊടുക്കുന്നുണ്ട്. അത് എന്താ വെച്ചാൽ ഇതൊരു സർപ്രൈസ് ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ആർക്കാണ് കൊടുക്കണമെന്നുള്ളത് നമുക്ക് കാണാം. എന്തിനാണ് കൊടുക്കുന്നതെന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ തന്നെ ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ തൃശ്ശൂരുള്ള കല്യാണിയിൽ നിന്നാണ്, കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ പോയി മേടിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു നോൾട്ടയുടെ ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല. അപ്പോൾ ഇത് വിജയി ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിത് ഉപയോഗിച്ചിട്ട് പറയാതെ എങ്ങനെയുണ്ടെന്ന്. ഇതിപ്പോൾ ഒരു ഡെമോ പീസ് അവർ കാണിച്ചു തന്നതാണ്. അവർ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പീസ് വേറെ എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ലൊരു രസമായി തോന്നി, നല്ല ഭംഗിയായിട്ട് മുടിയൊക്കെ നല്ല പെർഫെക്റ്റായി തോന്നി. പിന്നെ അതുപോലെ കാസ്ട്രോളും നല്ല അവിടെ ഉള്ളതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉൾഭാഗവും ഒക്കെ വന്ന് നല്ല ക്ലീനായിട്ട് അങ്ങനെയുള്ളൊരു കാസറോളായിട്ട് തോന്നി ജാക്സൻ്റെ. അപ്പോൾ അതും ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു 2 ഗിഫ്റ്റായി തോന്നി. നമ്മുടെ വരുമാനത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. നമുക്കിപ്പോൾ വരുമാനമൊക്കെ നിങ്ങൾക്കറിയാം, വ്യൂസൊക്കെ കുറവാണ്. നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജാണ് എൻ്റെ. ഇപ്പോഴാണ് നമ്മൾ മോണിറ്റൈസ് ആയിട്ടുള്ളൂ. 1.5 മാസത്തിലാണ് വരുമാനമൊക്കെ കിട്ടി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വരുമാനം കൂടുന്തോറും നിങ്ങൾക്കുള്ള സമ്മാനത്തിൻ്റെ വലിപ്പവും കൂടും തീർച്ചയായിട്ടും. അപ്പോൾ തൽക്കാലം നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഇപ്പോൾ ഇത്തിരി ഒരു നല്ലൊരു സമ്മാനം കൊടുക്കാം അങ്ങനെ വിചാരിച്ചു. ആദ്യമായിട്ടല്ല ഗിവ് അവേ നടത്തണേ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഇത് മേടിച്ചതാണ്. ഇഷ്ടമാവോ ഇത് നിങ്ങൾക്ക് ഉണ്ടോയെന്ന് അറിയില്ല. ഇത് ഉണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു പീസ് കൂടി ഉണ്ടെങ്കിൽ അത് വെറുത്തായിരിക്കും എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ 2 പാത്രങ്ങൾ ചൂസ് ചെയ്തത് ഗിഫ്റ്റായിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനിയും ഗിവ് അവേയുടെ ക്വസ്റ്റ്യൻസ് ഇതുപോലെ ഇടും നമ്മൾ. ഓരോ വീഡിയോയും നിങ്ങൾ കാണാം. വീഡിയോൻ്റെ ഇടയിലായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ അത് എന്നും ഇടും എന്നാ ഇടാന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. നമ്മുടെ വ്യൂസിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഗിവ് അവേൻ്റെ ക്വസ്റ്റ്യൻസ് ഇടുക. അപ്പോൾ അത് നമുക്ക് തിരഞ്ഞെടുക്കാം എന്തായാലും ഇന്നത്തെ. അപ്പോൾ അത് ആദ്യത്തെ ലളിത പനമുക്ക് കുറുക്കഞ്ചേരി തൃശ്ശൂർ, പിന്നെ ജനറ്റ് മേരി അരിമ്പൂർ തൃശ്ശൂർ, ഇവരൊക്കെയാണ് കേട്ടോ നമുക്ക് കമൻറ്റ് കറക്റ്റായിട്ട് അയച്ചത്. ഉഷാദേവി കാനാട്ടുകര, ശ്രീജ എം കുറവിലങ്ങാട് കോട്ടയം, ദേവ പൂങ്കുന്നം, ധന്യ നടത്തറ തൃശ്ശൂർ, പിന്നെ ശ്രീരഞ്ജിനി തിരുവമ്പാടി തൃശ്ശൂർ. ഇത്രയും പേരാണ്. അപ്പോൾ കുറേ പേര് തൃശ്ശൂരിൻ്റെ, ഒരാൾ മാത്രം കോട്ടയത്തുനിന്നുണ്ട്. അപ്പം നമുക്ക് ഇന്ത്യയിലെ ഉള്ളിലുള്ള എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് അയക്കാം. ഇന്ത്യയുടെ പുറമേ ആയാലും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും, കൊറിയറായിട്ട് അയച്ചു തരികയെന്ന് വിചാരിച്ചേക്കുന്നത്. കറക്റ്റായിട്ട് എത്തുമെന്ന് അറിയില്ല. കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജൊക്കെ അയക്കുക. അപ്പോൾ അതായത് ഞാൻ മടക്കുകയാണ് എല്ലാം പീസും ഒരേപോലെ തന്നെ മടക്കിയിട്ട് നമുക്ക് ഇത് നറുക്കെടുക്കാം. ഇപ്പോൾ ഇന്ത്യയുടെ പുറത്തുനിന്ന് അയക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എവിടെ നിന്നായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ നാട്ടിലത്തെ ഒരു അഡ്രസ്സ് വേണമെങ്കിൽ തരണമെങ്കിൽ തരാം. അവർക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ഓപ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പുറമേ ആയാലും നമ്മൾ കൊറിയർ വഴി അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതാ എല്ലാം മടക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഞാൻ എന്തായാലും വിചാരിച്ചു ഈ ബൗളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ബൗളാണ്, ചരിത്രം സൃഷ്ടിച്ച ബൗളാണ്. ഇതിൽ ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ പഞ്ഞിയപ്പൊക്കെ പൊന്തി പോയിട്ട് അതിന് ഭയങ്കര കമൻസും വൈറലൊക്കെ ആയ നമ്മുടെ വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഇതിലിട്ട് തന്നെ നറുക്കെടുക്കാമെന്ന് വിചാരിച്ചു. അതിലിട്ട് മിക്സാക്കി ഇങ്ങനെ ആദ്യം വിചാരിച്ചു പിന്നെ ഇപ്പം എടുക്കാം, പിന്നെ തോന്നി പിന്നെയും ഒന്ന് മിക്സാക്കാം. അങ്ങനെ ഷഫിൾ ചെയ്ത് ഇപ്പം എടുക്കണോ വേണ്ട, അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഷഫിൾ ചെയ്യാം. അപ്പോൾ ഒന്നുകൂടി ഒന്ന് മിക്സാക്കി അങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ കറക്കി അങ്ങനെ അവസാനം ഒറ്റയ്ക്ക് എടുക്കുന്ന ഒരെണ്ണം എടുക്കാമെന്നങ്ങനെ തോന്നി. അങ്ങനെ ഒരെണ്ണം അറ്റത്ത് കിടക്കുന്നത് അങ്ങോട്ട് എടുത്തു. നമുക്ക് നോക്കാം ഇതിലാരാണ് വിജയി എന്നുള്ളത്. ശ്രീജ എം കുറവിലങ്ങാട് കോട്ടയം. ഒരേ ഒരാളാണ് കോട്ടയത്തു നിന്നുണ്ടായിരുന്നത്. അപ്പോൾ ശ്രീജ എമ്മിനാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. കൺഗ്രാറ്റ്സ് ശ്രീജ. എന്തായാലും ശ്രീജയ്ക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു കറക്റ്റായിട്ട് നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരണം കേട്ടോ. ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം ഒരു ഫോൺ നമ്പർ. നമ്മൾ ഫോർ പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനലിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ ഒരു നമ്പർ ഷെയർ ചെയ്യുന്നുണ്ട്. ആ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള അഡ്രസ്സ്. കൊറിയർ ചെയ്യാനായിട്ടാണ്, പേരും അടക്കം
ഫുൾ അഡ്രസ്സ് അയച്ചു തരാം. പിൻ കോഡൊക്കെ വെച്ചിട്ട് മൊബൈൽ നമ്പറൊക്കെ വെച്ചിട്ട് ഒരു അഡ്രസ്സ് വാട്സപ്പ് ചെയ്താൽ മതി. പിന്നെ ഇനി അടുത്ത ഒരാൾ ആരാണെന്നുവെച്ചെങ്കിൽ അത് നറുക്കെടുക്കണതല്ല കേട്ടോ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇത് ശ്രീജാമിന് നമ്മുടെ കറക്റ്റ് വിജയി നോൾട്ട കൊടുക്കുന്നത് ശ്രീജാമിനാണ്. പിന്നെ അടുത്ത ആൾ എന്ന് പറയുന്നത് ഇതാണ് ലളിത, പനമുക്ക്, കൂർക്കഞ്ചേരി, തൃശ്ശൂർ. ഇവർക്കാണ് കാസറോൾ കൊടുക്കാൻ പോണത്. അപ്പോൾ എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗിവ് അവേ ഫസ്റ്റായിട്ട് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് കറക്റ്റ് ഒരു ഉത്തരം അയച്ച് തന്ന ആൾ എന്ന നിലയിലാണ് നമ്മൾ ഒരു പ്രോത്സാഹന സമ്മാനമായിട്ട് ലളിത എന്നുള്ള ആൾക്ക് നമ്മൾ കൊടുക്കുന്നത് ഗിഫ്റ്റ്. അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട്. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല കേട്ടോ, ഒരാൾക്ക് ഗിഫ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എന്തായാലും സ്റ്റാർട്ട് ചെയ്ത നിലയ്ക്ക് ഫസ്റ്റായിട്ടൊരു കമൻറ്റ് അയച്ചപ്പോൾ സന്തോഷമായി, അതുകൊണ്ട് അങ്ങനെ കൊടുക്കണമെന്ന് മാത്രം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കറക്റ്റായിട്ട് അഡ്രസ്സ് ഒന്ന് വാട്സപ്പ് ചെയ്ത് തരണം. കോൾ ചെയ്യണ്ട, കോള് അതിലില്ല, നമുക്ക് വാട്സപ്പ് മാത്രം ചെയ്താൽ മതി. മെസ്സേജ് ചെയ്യുക. പിന്നെ ഈ ഡിസ്ക്രിപ്ഷൻ എടുക്കാൻ അറിയാത്തവരുണ്ട്. ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോൻ്റെ താഴെയായിട്ട് റൈറ്റ് സൈഡിൽ മോർന്ന് എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ തൊട്ട് തന്നെ ഒരു ഏരോ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഈ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഏരിയ ഉണ്ടാവുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം.